ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലായിടത്തും ഓണം അങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇതാ ഞങ്ങളെ വീട്ടിൽ ഓണം അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ പൂക്കളം ഇട്ട് തുടങ്ങുകയാണ്. പലതരം പൂക്കളും ഇലകളും എല്ലാം വെട്ടി സെറ്റ് ചെയ്ത് പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ഇട്ട് ഒരു കുഞ്ഞു പൂക്കളം ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങളിതാ സ്റ്റാർട്ട് ചെയ്തു. നടുക്ക് തൃക്കാക്കൂരപ്പനെ വെച്ച് ചുറ്റും തുളസിയില വെച്ചാണ് കേട്ടോ ഞങ്ങൾ തുടങ്ങുന്നത്. ഈ കോഴിക്കോട് നാട്ടിലോട്ടാണ് ഞാൻ തൃക്കാക്കൂരപ്പനെ വെക്കുന്നതൊക്കെ കാണുന്നത്. വയനാട്ടിലോട്ട് ഇങ്ങനെ ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിച്ച് കുറച്ച് പൂക്കളും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ പൂക്കളിട്ട് ഞാനും ദേഷ്യം കൂടി പൂക്കളിടാൻ തുടങ്ങി. അമ്മയുണ്ട്, ഞങ്ങൾ മൂന്നുപേരും കൂടെ. അങ്ങനെ ഞങ്ങൾ പൂക്കളിട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യൻ്റെ ഐഡിയ ആയിരുന്നു ഇതൊരു സൂര്യൻ്റെ ആകൃതിയിലാക്കി എടുക്കണം എന്ന്. അപ്പോൾ അവൻ്റെ ഇഷ്ടം പോലെ പിന്നെ അതൊരു സൂര്യൻ്റെ രീതിയിലാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു മോഡലാക്കി എടുക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ഫൈനലായിട്ട് വന്നപ്പം അത് കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ചായപ്പൊടി ഉണ്ടായിരുന്നു, അത് സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് ഔട്ടർ ലൈൻ കൊടുക്കാമെന്ന്. അങ്ങനെ അതും കൂടെ കൊടുത്തപ്പം വലിയ കുഴപ്പമില്ലാണ്ട് വന്നു. ഞങ്ങളാരും വലിയ ചിത്രം വരക്കാരല്ല, വലിയ നല്ല ഒട്ടും അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ അപാകതകളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വന്നപ്പം എന്തോ ഒരു അമീബേൻ്റെ ലുക്കൊക്കെ വന്നിട്ട് രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഒത്തിരി പൂക്കൾ ഞങ്ങളെടുത്തുള്ളത് കൊണ്ട് തന്നെ ബാക്കി പൂക്കളും കളയാൻ പറ്റില്ലല്ലോ, പൈസ കൊടുത്ത് വാങ്ങിയതാണല്ലോ. അങ്ങനെ എല്ലാം ബാക്കി അവിടെ ഇവിടെയൊക്കെ കുത്തി ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചെയ്തു. ചുറ്റും ഒരു പച്ച ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഈ ഒരു ഔട്ട്ലുക്ക് വന്നപ്പോൾ തന്നെ പൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമായിരുന്നു. പക്ഷേ ഒത്തിരി പൂക്കൾ ഇനിയും ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും മൊത്തം പൂക്കളും ഇട്ട് തീർക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഞങ്ങൾക്ക് തോന്നിയ ഡിസൈനെല്ലാം വരച്ച് കൂട്ടാണ്. പല ഡിസൈനുകൾ, പല ആശയങ്ങൾ ഒക്കെ വരുന്നുണ്ട്. എല്ലാവരുടെ ആശയങ്ങളും ഞങ്ങൾ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഫൈനൽ ഔട്ട്ലുക്ക് വന്നത്. അതിന് ചുറ്റും കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കുട വെച്ചിട്ടുണ്ട്. ഈ നാട്ടിലോട്ടുള്ള പ്രത്യേകതയാണ് കേട്ടോ ഈ കുട വെക്കലൊക്കെ, ചെമ്പരത്തി കൊണ്ട്. ഞങ്ങളുടെ നാട്ടിലിതൊന്നുമില്ല, വയനാട്ടിൽ കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഓണത്തപ്പനും വന്നു. അങ്ങനെ ഓണത്തപ്പൻ വന്നു, ഞങ്ങളെല്ലാം കണ്ടു, അനുഗ്രഹിച്ചു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഓണത്തപ്പനും പോയി. അങ്ങനെ ഓണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫോർ നൗ.